പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിവൈൻ മിനിസ്ട്രി തിരുവല്ല പാസ്റ്റർ ജോബി വർഗീസിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിൻ്റെ ഏകദിന സംസ്ഥാന പ്രവർത്തക സമ്മേളനം പ്രാർത്ഥിച്ച് ദൈവസ്ഥലം സമർപ്പിച്ച് നാം ഒരുമിച്ച് സ്തോത്രത്തോടും പ്രാർത്ഥനയോടും നാം ദൈവസ്ഥലായിരിക്കുള്ള എല്ലാവരും ദൈവസ്ഥലിൽ പ്രാർത്ഥനയ്ക്കായി നിമിഷം നമുക്ക് ഉപയോഗിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട സുദിനം ദൈവസ്ഥൽ വളരെ പ്രാർത്ഥനയോടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് അവകാശമൊരുക്കുന്നതിനായി സ്തോത്രം. ഈ പുതുവർഷത്തിൻ്റെ പ്രാരംഭ മാസം തന്നെ ഇപ്രകാരം ഒരു ഏകദിന പ്രവർത്തക സമ്മേളനം വിളിച്ചു ചേർക്കുവാൻ ദൈവമായ കർത്താവിലേക്ക് എല്ലാ സാവകാശങ്ങൾക്കായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. UPCയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ചില വർഷങ്ങളായ കേരളത്തിലുടനീളം ഈ സംസ്ഥാനത്തിന് പുറത്തും അന്തർദേശപരമായി ഈ പ്രവർത്തനങ്ങളെ ഇത്രത്തോളം എന്നെ വിശാലതയിലേക്കും വിജയത്തിലേക്കും കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വിശ്വസ്തകൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാളോളം എന്നെ തികപ്പാൻ അങ്ങ് ശക്തനായിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു കൂട്ടം സഹോദരന്മാരും കർത്താവിന്റെ ദാസന്മാരും വളരെ ആത്മപ്രേരിതരായി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ വലിയ ദൈവിക ദർശനത്തോടെ ആരംഭിച്ച ഈ പ്രവർത്തനങ്ങൾ ദൈവം അതിൻ്റെ വർധനവിലേക്ക് വ്യാപ്തിയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് വലിയ വിശ്വസ്തകൾക്കായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അല്പകാര്യങ്ങളുടെ തുടക്കത്തെ തുച്ഛീകരിക്കാത്ത കർത്താവ് ഞങ്ങളുടെ ചെറിയ സംരംഭങ്ങളെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്ത ദൈവത്തിന് വലിയ സ്നേഹത്തിനായി സ്തോത്രം. ഭാരതത്തിലുടനീളം ഉള്ള പീഡിത സമൂഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷം വേട്ടയാടപ്പെടുമ്പോൾ, ദാരുണമായി ആക്രമിക്കപ്പെടുമ്പോൾ, ആട്ടി ഓടിക്കപ്പെടുമ്പോൾ എല്ലാം വിട്ട് പലായനം ചെയ്ത് സ്വത്തും സമ്പാദ്യങ്ങളും മിഷൻ പ്രവർത്തനങ്ങളും വിട്ട് അവരായിരിക്കുന്ന കർമ്മ മേഖലകളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുമ്പോൾ കർത്താവെ അവരെ ചേർത്ത് പിടിക്കുവാൻ, താങ്ങും തണലുമായി നിൽക്കുവാൻ, ആർക്കാവശ്യമായ കരസ്പർശം നൽകുവാൻ, ബുദ്ധിമുട്ടുന്ന ക്ലേശം അനുഭവിക്കുന്ന കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്ന അനേകം വിശുദ്ധന്മാർക്ക് കഴിഞ്ഞ നാളുകളിൽ UPCയുടെ പ്രവർത്തനങ്ങൾ വളരെ കർത്താവെ അനുഗ്രഹമായി തീർന്ന കൃപകളെ ഞങ്ങൾ ഈ കാലം ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും ആവശ്യമായിരിക്കുന്ന പുതിയ ശക്തി പകർന്ന്, കൃപ പകർന്ന്, ബലം പകർന്ന് മുൻപോട്ട് പോകാൻ ആവശ്യമായിരിക്കുന്ന എല്ലാവിധമായ നിയോഗങ്ങൾ നൽകി ഈ പുതുവർഷം ഞങ്ങളെ കർത്താവ് നയിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇവിടെ എടുക്കുന്ന കാര്യാലോചനകൾ, ഇവിടെ ഡിസ്കസ് ചെയ്ത വിഷയങ്ങൾ, ഇവിടെ കർത്താവ് ഉരുത്തിരിയുന്ന എല്ലാ ആശയങ്ങൾ അതെല്ലാം ദൈവത പ്രകാരം ദൈവനാമത്തിന് വേണ്ടി വീണ്ടും ദൈവരായത്തിന് വ്യാപ്തിക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ ഞങ്ങൾക്ക് കർത്താവിന്റെ ദാസന്മാർക്ക് ആവശ്യമായ താലന്ത്, കഴിവ്, പ്രാപ്തി, വരദാനങ്ങളെല്ലാം നൽകി അങ്ങ് സഹായിക്കുവാനാകണമേ എന്ന് നിങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. നേതൃത്വത്തിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. ഇതിന് പിന്നിൽ അധ്വാനം ചെയ്യുന്നവര്, കർത്താവെ ചെലവിടുന്നവര്, ചെലവാക്കുന്നവര്, ചെലവായി പോകുന്നവര്, നിർദ്ദേശം നൽകുന്നവര്, എല്ലാവിധമായ പെന്തക്കോസ്റ്റ് ലീഡേഴ്സിനെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥന. ഞങ്ങൾ ഒരുമിച്ചുള്ള ഇന്നത്തെ മീറ്റിംഗ് വലിയ അനുഗ്രഹമായി തിരുനാമത്തിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ചുറ്റുപാട് അന്തരീക്ഷം ഇതിന്റെ എല്ലാവിധമായ സംവിധാനങ്ങൾ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ മഹത്വത്തിന് ഞങ്ങളെല്ലാം കാരണമായി തീരുവാൻ ഞങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. പുത്രനെയും മഹത്വപ്പെടുത്തും, എല്ലാ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കും, കൃപ കൂടിയിരിക്കും. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പഴയ ഗാനങ്ങൾ ഒരുമിച്ചൊന്ന് ചേർന്ന് പാടുകയും നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? വാതിലുകളടയുമ്പോ ചെങ്കടൽ പിളർന്നതുപോ പണമോ. വാതിലുകളടയുമ്പോ ചെങ്കടൽ പിളർന്നതുപോ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെ പണമോ.
എന്നെ നടത്തുന്നവൻ എന്തുമെന്നു കൂടെയും വാതിലുകൾ അടയുമ്പോ ചെങ്കടൽ പിളർന്നതുപോ പാടിയാട്ടെ വാതിലുകൾ അടയുമ്പോ ചെങ്കടൽ പിളർന്നതുപോ എന്നെ നടത്തുന്നവൻ എന്തുമെന്നു കൂടെയും നമ്മെ നടത്തുന്ന എന്നെ നടത്തുന്നവൻ എന്തുമെന്നു കൂടെയും എല്ലാ പ്രതികൂലങ്ങളും പാടാമോ ശുഭദിനമാഗതമാകും എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനമാഗതമാകും തളരാതെ നിന്നാൽ പതറാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല നാം ലജ്ജിച്ചു പാടിയാടേ തളരാതെ നിന്നാൽ പതറാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല നാം ലജ്ജിച്ചു പോകും ആരുമില്ലാതെ കനാകുമ്പോ കൂടെയുണ്ടെന്നരുളിയവൻ ശതപാടാ ആരുമില്ലാതെ കനാകുമ്പോ കൂടെയുണ്ടെന്നരുളിയവൻ എന്നെ നടത്തുന്നവൻ എന്തുമെന്നു കൂടെ ശതപാടാമോ എന്നെ നടത്തുന്നവൻ എന്തുമെന്നു കൂടെയും എല്ലാ പ്രതികൂലങ്ങളും മാർപ്പാടിയാട്ടെ ശുഭദിനമാഗതമാകും എല്ലാ പ്രതികൂലങ്ങളും ശുഭദിനമാഗതമാകും തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല നാം ലജ്ജിച്ചു പോകും തളരാതെ നിന്ന പതറാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല നാം ലജ്ജിച്ചു പോകും വാതിലുകൾ അടയുമ്പോ ചെങ്കടൽ പിളർന്നതുപോ വാതിലുകൾ അടയുമ്പോൾ ശതമാനമോ ചെങ്കടൽ പിളർന്നതുപോ എന്നെ നടത്തുന്നവൻ എന്തുമെന്നു കൂടെ നമ്മെ നടത്തുന്ന ദൈവത്തെ എന്നെ നടത്തുന്നവേ എന്തുമെന്നു കൂടെ നമ്മെ എന്നെ നടത്തുന്നവേ എന്തുമെന്നു കൂടെ ആരുമില്ലാതെ ഏകനാകുമ്പോ കൂടെയുണ്ടെന്നരുളിയവൻ അനുഭവിച്ചവർ പാടിയാട്ടെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ വന്നപ്പോ പ്രതികൂലങ്ങൾ ഏറി വന്നപ്പോ ഒറ്റപ്പെട്ട അവസരത്തിലും നിന്നോട് കൂടെ ഇറങ്ങി വന്ന ദൈവത്തെ ദാനിയേലിന് വേണ്ടി സിംഹക്കുഴിയിൽ ഇറങ്ങിയതുപോലെ ശദ്രക്ക് മേശക വേദനകൊന്ന ബാലന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്നതുപോ ഇന്ന് പകൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തെ ഹല്ലേലൂയ എന്നെ നടത്തും നമ്മെ നടത്തിയ ദൈവത്തെ ഓ രഗനഗനഗ ശബ്ദൽ ഖനാദനഗനഗ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് യുണൈറ്റഡ് ബെന്തക്കോസ്റ്റൽ കൗൺസിലിൻ്റെ സംസ്ഥാന ഭാരവാഹികളുടെ ഈ സമ്മേളനത്തിൽ നല്ല രീതിയിൽ നമ്മളെ വർഷിപ്പ് ചെയ്ത എബനേസർ ഗോസ്പൽ വോയിസ് തിരുവല്ല പാസ്റ്റർ ലിലു ചാക്കോയെ ഞാൻ ഈ സമയം അഭിനന്ദിക്കുന്നു. അടുത്തതായി സ്വാഗതം അറിയിക്കാനായി ജനറൽ സെക്രട്ടറി പാസ്റ്റർ ഷമുവൽ തോമസിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥിച്ചും വളരെ ആഗ്രഹിച്ചും ആലോചിച്ചും തീരുമാനിച്ചുമുള്ളതായ ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടി വരുവാൻ ഇടയായത്. യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ചാരിറ്റബിൾ സൊസൈറ്റി
ഇതിൻ്റെ ആരംഭം കുറിക്കുവാൻ 2025 മെയ് മാസത്തിലാണ് ഒരുക്കമിട്ടത്. അതിൻ്റെ രജിസ്ട്രേഷൻ, മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നിയമപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും ഇതിനോടകത്ത് ചെയ്തെടുക്കുവാൻ നമുക്ക് ഇടയായി എന്നുള്ളതാണ്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ആഗ്രഹം ദൈവത്തോട് അറിയിച്ച് ഒപ്പം ജനങ്ങളുമായി പങ്കുവച്ച് മാത്രമല്ല, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ എമ്പാടുമുള്ള ക്രൈസ്തവരുടെ ഇടയിൽ ശക്തമായി പ്രവർത്തിക്കുന്ന പെന്തക്കോസ്ത് സമൂഹം പലയിടങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പലയിടങ്ങളിലും അംഗീകാരം ലഭിക്കുവാൻ കഴിയാത്ത സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നാം ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം പെന്തക്കോസ്ത് സമൂഹത്തെ ഒന്നിച്ച് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യമാണ്. ഈ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ചാരിറ്റബിൾ സൊസൈറ്റി ഒരു സഭയല്ല, സഭാപ്രവർത്തനങ്ങളില്ല. മറിച്ച് സമൂഹത്തെ ഒന്നിച്ചു കൊണ്ടുപോകുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും തീരുമാനിച്ചും തുടക്കമിട്ടതായ ഒരു പ്രസ്ഥാനമാകുന്നു എന്ന പ്രാരംഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ ആപ്തവാക്യം തന്നെ ഐക്യത, സ്നേഹം, കരുതൽ എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ ഒരു ലെവലിലായിരിക്കും തുടർമാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ കൂടെ അറിയിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാർ, ദൈവമക്കൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനം, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഞാനിവിടെ അറിയിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ കൂടി വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇന്ത്യയിൽ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ നടുവിൽ അതിശക്തമായി പ്രവർത്തിച്ച് ആ പ്രവർത്തനയുടെ ഭാഗമായി ഇന്ന് ജീവിച്ചിരിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അതിൽ ചിലരെ ആദരിക്കുക എന്നുള്ളതായ ലക്ഷ്യത്തോടുകൂടെയാണ് നാം ഇന്നിവിടെ കടന്നു വരുവാനിടയായത്. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് കമ്മിറ്റി കൂടി തീരുമാനിക്കുകയും ആ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി 2 ദൈവദാസന്മാരെ ആദരിക്കണമെന്ന് തീരുമാനിച്ചു. അതിൽ ഒന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ എല്ലായിടങ്ങളിലും പ്രശസ്തിയുള്ളതായ, ഒന്നുകൂടെ പറഞ്ഞാൽ കേരളത്തെ മുഴുവൻ ഇളക്കി മറിച്ച് ആത്മീകമായി ഉണർവിലേക്ക് കൊണ്ടുവന്ന, ഇന്നത്തെ പ്രസ്ഥാനങ്ങളുടെ നടുവിലും അതുപോലെ പത്രപ്രവർത്തനങ്ങളുടെ ഇടയിലും TV സംവിധാനത്തിന് നടുവിലുമൊക്കെ ശക്തമായി പ്രവർത്തിക്കുന്ന പവർ വിഷന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുകയും ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആദ്യകാല പ്രവർത്തകനും പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ ഔദ്യോഗിക പദവികൾ വഹിച്ചതായ ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ KC ജോൺ അവരുകളെയാണ് ഞാൻ വളരെ ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്.
എൻ്റെ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് ഞാൻ പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ അദ്ദേഹം നെടുമ്പുറത്തൊരു കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് അന്ന് എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. ഏതാണ്ട് 40 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വാക്കുകളിൽ തീ ജ്വാല പോലെ തീ നാവായി മാറിയ ദൈവദാസൻ. അദ്ദേഹത്തെ പ്രത്യേക യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ മീറ്റിങ്ങിൽ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് മുഖ്യ ആദരിക്കൽ ശുശ്രൂഷയിൽ നാം ക്ഷണിക്കപ്പെട്ടത് ബഹുമാന്യനായ പാസ്റ്റർ PG വർഗീസ് അവറുകളാണ്. PG മാത്യൂസ് അവറുകളാണ്. പ്രൈസ് ദി ലോർഡ്. ലോക സമൂഹത്തിൽ ചർച്ച് ഓഫ് ഗോഡ് സഭയിൽ മറ്റിതര പ്രസ്ഥാനങ്ങളിൽ ബൈബിൾ കോളേജുകളിൽ ഒക്കെ നല്ല സുദീർഘമായ സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട ദൈവദാസൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ അസിസ്റ്റന്റ് ഓവർസിയറായി പ്രവർത്തിക്കുകയും ബൈബിൾ കോളേജ് ഡയറക്ടറായി പ്രവർത്തിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ദൈവദാസൻ കേരളത്തെ ഒന്നടങ്കമായി ആത്മീക ഉണർവിലേക്ക് കൊണ്ടുവന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PG മാത്യൂസ് അവറുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വേണ്ടി മുഖ്യ അതിഥിയായിട്ട് നാം തീരുമാനിച്ച് വിളിക്കുവാനും ക്ഷണിക്കുവാനും ഒക്കെ ഇടയായത്, നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പ്രമുഖമായ ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കേരളത്തിലുണ്ട്. അത് കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യ ധാരയിൽ പത്തനംതിട്ട UDF കൺവീനറായിട്ടും കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ടുമൊക്കെ, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫാദറും സഹോദരങ്ങളുമൊക്കെ പുരോഹിത ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുമൊക്കെ നമുക്ക് വേണ്ടി ഇന്ന് മുഖ്യ അതിഥിയായിട്ട് ക്ഷണിക്കപ്പെടാൻ ഇടയായത് വർഗീസ് മാമൻ അവറുകൾ, അഡ്വക്കേറ്റ് വർഗീസ് മാമൻ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ മീറ്റിംഗ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് പ്രതികാലി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യനായ പ്രിയപ്പെട്ടവൻ ബ്രദർ ബാബു പറയത്തുകാട്ടിൽ അവറുകളാണ്. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ആരംഭം മുതൽ കൈകോർത്ത് പിടിച്ച് ഒന്നിനും പിന്നോട്ട് മാറാകാതെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന, ഏത് കാര്യം പറഞ്ഞാലും ഏത് രാത്രിയിൽ പറഞ്ഞാലും വിളിച്ചു പറയുന്ന, ചോദിക്കുന്ന, ഇടപെടുന്ന നല്ലൊരു സഹോദരനാണ് നമുക്കിതിൻ്റെ പ്രസിഡന്റായി കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ അധ്യക്ഷനായിട്ട് നാം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് കർത്താവിൻ്റെ വേലയിൽ വളരെ അധ്വാനിക്കുകയും ഇന്ത്യയിൽ പല രാജ്യങ്ങളിൽ ഒക്കെ കടന്നുപോയി ശുശ്രൂഷിക്കുകയും ചെയ്ത് ഒരു പ്രസ്ഥാനത്തെ മൊത്തമായി കൊണ്ടുപോയി നടത്തുവാനുള്ളതായ കഴിവും കരുത്തുമുള്ള, നാം ഏറെ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യുന്ന ഡോക്ടർ ബിഷപ്പ് ബാബു ജോർജ് അവറുകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്തിന് 9 പേരടങ്ങുന്ന ഒരു ഗവേണിംഗ് ബോർഡുണ്ട്. ശക്തമായി നേതൃത്വം കൊടുക്കുന്ന ആ ബോർഡിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ബോർഡിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പേരെടുത്ത് പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന കേരളത്തിലുള്ള താലൂക്ക്, ജില്ല, സ്റ്റേറ്റ്, ജനറൽ പ്രവർത്തിക്കുന്ന
അനവധി ദൈവദാസന്മാർ ദൈവമക്കളുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ പ്രതിനിധി മീറ്റിങ്ങിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്തതായി അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി AG ചർച്ച് മുൻ പ്രസ്ബീറ്റർ, മേഖലാ ഡയറക്ടർ, മുൻ AG മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറി, അതുപോലെ മുൻ സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ് സെക്രട്ടറി, ഫെയ്ത്ത് ബൈബിൾ കോളേജ് മുൻ പ്രിൻസിപ്പൽ ആൻഡ് വേദാധ്യാപകൻ, പവർ വിഷൻ TV മുൻ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വവും അതിലുപരി കൺവെൻഷൻ പ്രാസംഗികൻ എന്ന നിലയിലും വേദികൾ കീഴടക്കിയ മഹത്തായ വ്യക്തിയും, അതുപോലെ ആത്മീയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അനേകം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച ദേവദാസനും ഇപ്പോൾ റാന്നിയിൽ സ്ഥിരതാമസവും ആക്കിയിരിക്കുന്ന യുണൈറ്റഡ് ബെന്തക്കോസ്റ്റൽ കൗൺസിൽ വർക്കിംഗ് പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ ബാബു ജോർജിനെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും നിറഞ്ഞ കയ്യടിയോടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ത്രിയേക ദൈവത്തിന് മഹത്വം. ബഹുമാന്യ സഹോദരീ സഹോദരന്മാർക്കും ആദരണീയരായ കർത്തൃദാസന്മാർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ വളരെ സന്തുഷ്ടനായി ഇരിക്കുന്ന ഒരു ദിവസം കൂടെ. കാരണം സുവിശേഷ ലോകത്തിൽ ഞാൻ സ്നേഹിക്കുകയും ഞാൻ ആദരിക്കുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികൾ, ഡോക്ടർ KC ജോൺ, പാസ്റ്റർ PG മാത്യൂസ്, ഇവർ രണ്ടുപേരുമായിട്ടുള്ള എൻ്റെ ബന്ധം വളരെ അടുത്ത ബന്ധമാണ്. കമ്മിറ്റിയിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞത് ഞാനാണ്. ഇവരെ രണ്ടുപേരെയും രണ്ട് ദൈവദാസന്മാരുടെ പേരിൽ ആദരിക്കണം എന്ന്. അത് നിത്യയിൽ വിശ്രമിക്കുന്ന ഗ്രഹാം സ്റ്റെയിനും കുഞ്ഞുങ്ങളും, അതുപോലെ സ്റ്റാൻ സ്വാമിയും, ഒരു നോർത്ത് ഇന്ത്യയിൽ ട്രൈബൽസിൻ്റെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരിലും 2 അവാർഡുകൾ കൊടുക്കണം. അത് അപ്രകാരം ഗവേണിംഗ് ബോഡി ഏകകണ്ഠേന അത് അംഗീകരിച്ചതിൽ ഞാൻ പ്രത്യേകം ഗവേണിംഗ് ബോഡിയെ അഭിനന്ദിക്കുകയാണ്. ഈ മീറ്റിങ്ങിൻ്റെ ഊർജവും ഇതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നൽകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ പ്രസിഡന്റ് ബാബു പറയത്തുകാട്ടിലാണ്. അദ്ദേഹത്തെയും എനിക്കൊന്ന് ആദരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അതെപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാം. കാരണം വളരെ വിമർശനങ്ങളുടെ ഇടയിൽ തൻ്റെ ഇടത്തോടെ നിന്ന്, ഊർജത്തോടെ നിന്ന് കാര്യങ്ങൾ കാണുമ്പോൾ, കാര്യങ്ങളത് ചെയ്യുമ്പോൾ ഒക്കെ എൻ്റെ ഹൃദയം സന്തോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ കമ്മിറ്റിയിലുള്ള എല്ലാവരെയും. ഇങ്ങനെ പെന്തിക്കോസ്ത് പ്രസ്ഥാനത്തിൽ ഈ പാസ്റ്റർ KC ജോണിനെ കുറിച്ച് അനേക വാക്കുകൾ പറയാനുണ്ട്. പറഞ്ഞാലൊന്നും തീരത്തില്ല. പവർ വിഷൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാനതിൻ്റെ വൈസ് ചെയർമാനായും അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റായും ആ നിലയിൽ ഞങ്ങൾക്ക് ദീർഘകാലങ്ങളിൽ പ്രവർത്തിപ്പാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് മാത്രമല്ല, ഈ പെന്തിക്കോസിലെ സുവിശേഷകന്മാരെക്കുറിച്ചും ദൈവദാസന്മാരെക്കുറിച്ചും പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്ന മുൻ എൻ്റെ ഒരു സ്നേഹിതൻ ഇതുപോലൊരു സദസ്സിൽ പറഞ്ഞത്, അവർ ജീവിക്കുന്ന രക്തസാക്ഷികളാണ്. പാസ്റ്റർ KC ജോണിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ താമസിച്ച് തനിക്ക് മറ്റു പലരും ചെയ്യുന്ന പോലെ ചെയ്യാവുന്ന അത് വിട്ടിട്ട് ഇവിടെ വന്ന് തെരുവുകൾ തോറും സുവിശേഷം പ്രസംഗിച്ച്
സ്റ്റേജുകൾ കീഴടക്കി ഇന്ത്യയിലല്ല ലോകത്തിൽ അഗ്നിനാവിൻ്റെ ഒരു പ്രഭാഷകനാക്കി ദൈവം ഉയർത്തിയ അനുഗ്രഹീതനായ ദൈവവൃത്യനാണ്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ചിലരൊക്കെ കയ്യൊന്ന് ഉയർത്തി നമ്മൾ വാ തുറന്നൊരു സ്തോത്രം പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇത് പെന്തിക്കോസുകാരുടെ മീറ്റിംഗാണ്. പെന്തിക്കോസുകാരുടെ അടയാളം തന്നെ സ്തോത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ ഇന്ന് ആരോഗ്യത്തോടെ ബലത്തോടെ നമ്മുടെ മധ്യത്തിലായിരിക്കും. പാസ്റ്റർ പി ജി മാത്യൂസ്, അദ്ദേഹം എൻ്റെ പിതാവിൻ്റെ ഒരു സ്നേഹിതനാണ്. ഞാൻ ബാലകനായിരിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ പിതാവ് പാസ്റ്ററായിരുന്ന സ്ഥലത്ത് വന്ന് ശുശ്രൂഷ മുതൽ അദ്ദേഹത്തെ ഞാൻ ഇങ്ങനെ ദീർഘമായിട്ട് വീക്ഷിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്ത ഓടി നടന്ന കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനുഗ്രഹീതനായ ദൈവഭൃത്യൻ. ലോകരാജ്യങ്ങളിൽ ഈ രണ്ട് ദൈവഭൃത്യന്മാരെയും ദൈവം ശക്തമായി ഉപയോഗിക്കുന്നു. അവരെ ഇന്ന് അവാർഡ് നൽകി ആദരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതുപോലെ ഇന്ന് ഇത് നൽകാൻ വേണ്ടി ഇവിടെ എത്തിയ അഡ്വക്കറ്റ്, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പിതാവാന്ന് തോന്നുന്നു, വളരെ ശക്തനായ ശുചേഷകൻ, പുഞ്ചമണ്ണിൽ മാമനുപദേശിയുടെ കൊച്ചുമോന. ഹല്ലേലൂയ. അദ്ദേഹത്തെ നമുക്ക് കിട്ടിയത് ഭാഗ്യമാണ്. ആ തലമുറയിൽ നിന്നും ഒരുത്തൻ എഴുന്നേറ്റ് ഒരു ദൈവത്തിൻ്റെ ദാസൻ അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എല്ലാവരുടെയും പേരെന്ന് പറഞ്ഞ് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതിന് മധ്യത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ നീട്ടി നമുക്ക് അടുത്തൊരു മീറ്റിംഗ് ഉണ്ടല്ലോ, അന്നേരം കാര്യങ്ങളൊക്കെ പറയാം. സർവ്വകൃപാലുവായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്നവരുണ്ട്, അവരെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. അടുത്തതായി നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം നടത്തുന്നതിനായി ബഹുമാന്യനായ യുണൈറ്റഡ് ബെന്തക്കോസ്റ്റൽ കൗൺസിൽ ദേശീയ പ്രസിഡന്റ് ബ്രദർ ബാബു പറയത്തുകാട്ടിലിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെക്കുറിച്ച് ചില വാക്കുകൾ ദൈവമക്കളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 18 വർഷമായി ദൈവസഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബ്രദർ ബാബു പറയത്തുകാട്ടിൽ. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ദർശനമാണ് ബെന്തക്കോസ് സമൂഹത്തെ ചേർത്ത് നിർത്തി അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുക എന്നത്. അതിലുപരി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലും അദ്ദേഹം പ്രവർത്തിക്കുന്നു. ബെന്തക്കോസ് സമൂഹത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാൻ അത്യധികം പരിശ്രമിച്ച വ്യക്തിത്വമാണ്. വളരെ ത്യാഗം സഹിച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ബെന്തക്കോസ് സമൂഹത്തെ ഒരുമിച്ച് നിർത്താൻ യുണൈറ്റഡ് ബെന്തക്കോസ് കൗൺസിൽ എന്ന വലിയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിത്വം. കേരളത്തിൽ എല്ലാ താലൂക്കുകളിലും ശക്തമായ താലൂക്ക് കമ്മിറ്റികൾക്ക് രൂപം കൊടുത്തു. ബെന്തക്കോസ് സമൂഹത്തിൻ്റെ, സഭയുടെ, ദൈവദാസന്മാരുടെ, വിശ്വാസികളുടെ എല്ലാ വിഷയങ്ങളും അവരോടൊപ്പം നിൽക്കാൻ മനസ്സ് കാണിക്കുന്ന നേതാവ്. ഏതു രാത്രിയിലും വിളിച്ചാൽ വിളിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അവരോടൊപ്പം നിൽക്കാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തിത്വം. കഴിഞ്ഞ കാലയളവിൽ ബെന്തക്കോസ് സമൂഹത്തിന് ചെയ്ത സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. രാഷ്ട്രീയ നേതാവായും സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വം. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ്, ഓൾ കേരള സൈക്കിൾ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, വൈസ്മെൻ ക്ലബ് പ്രസിഡന്റ്, പ്രവാസി മലയാളി വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മാധ്യമലേഖകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ യുണൈറ്റഡ് ബെന്തക്കോസ് കൗൺസിൽ ദേശീയ പ്രസിഡന്റായും പ്രവർത്തിക്കുന്നു. നമുക്ക് അദ്ദേഹത്തെ നിറഞ്ഞ കയ്യടിയോടെ ഈ വേദിയിലേക്ക് ഉദ്ഘാടനത്തിനായി സ്വാഗതം ചെയ്യാം. ബ്രദർ ബാബു പറയത്തുകാട്ടിൽ. ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ബിഷപ്പ് ഡോക്ടർ ബാബു ജോർജ്, ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ കെ സി ജോൺ, പാസ്റ്റർ പി ജെ മാത്യൂസ്, നമ്മുടെ ചീഫ് ഗസ്റ്റായി എത്തിയിരിക്കുന്ന അഡ്വക്കേറ്റ് വറീസ് മാമൻ, പാസ്റ്റർ ജോബി വർഗീസ്, പാസ്റ്റർ തോമസ് ശാമുവൽ, പാസ്റ്റർ സുരൻ സീനായി, പാസ്റ്റർ രാജു കുഴിമറ്റം, പാസ്റ്റർ സി കെ തോമസ്,
പാസ്റ്റർ സാബു ജോൺ, പാസ്റ്റർ അനു മാമലിക്കര, പാസ്റ്റർ പുന്നൂസ് തൊടുപുഴ, UPCയുടെ സംസ്ഥാന പൊളിറ്റിക്കൽ ജനറൽ സെക്രട്ടറി കെ എബ്രഹാം, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ റവറൻഡ് ഡോക്ടർ ജെയിംസ് മാത്യു, ബിജു പുന്നൂസ്, വുമൻസ് കൗൺസിലിൻ്റെ ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ആലീസ് മാണി, വുമൻസ് കൗൺസിലിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഷീജ തങ്കച്ചൻ അടക്കം ഈ വേദിയിൽ എത്തിയിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട പത്തനംതിട്ടയുടെ MP ശ്രീ ആൻഡോ ആൻ്റണിയാണ്. അടിയന്തരമായി അദ്ദേഹത്തിന് ഡൽഹിയിൽ പോകേണ്ട ചില സാഹചര്യങ്ങൾ വന്നതുകൊണ്ട് ഈ കർത്തവ്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. ബാബു ജോർജ് പറഞ്ഞതുപോലെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷമുള്ള സെക്ഷനിൽ ആധികാരികമായി സംഘടനയെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പെന്തിക്കോസ് സമൂഹത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ ധാരാളം ദൈവദാസന്മാരുണ്ട്. അതിൽ 2 പേരെ തിരഞ്ഞു പിടിച്ച് ഇന്ന് അവരെ ആദരിക്കുമ്പോൾ ഞാൻ ഏറെ സന്തോഷവാനാണ്. ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ പാസ്റ്റർ KC ജോൺ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ സഭയിൽ വന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൊമ്പൊടിച്ച ഒരു ദിവസമായിരുന്നു. സ്വാഭാവികമായി ഒരു 10-12 വർഷത്തിന് മുമ്പ് അഹങ്കാരങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ എനിക്കും നല്ലൊരു അഹങ്കാരമുണ്ട്, പേരിനോട് വീട്ടുപേര്, മറ്റുള്ള സാഹചര്യങ്ങൾ. അപ്പം ഞാൻ എൻ്റെ കുടുംബ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയ ചരിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ജനിച്ചപ്പോഴേ ക്രിസ്ത്യാനിയായി ജനിച്ചവരാണെന്നൊക്കെ ഉള്ളൊരു ധാരണകൾ അന്ന് KC ജോൺ പാസ്റ്ററിൻ്റെ ഒരു പ്രസംഗമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരു വലിയ വഴിത്തിരിവിലേക്ക് കൊണ്ടുപോയത്. അദ്ദേഹം പറഞ്ഞു, ഒരു 10-15 തലമുറ വരെ നമുക്കറിയാം, അതിനു മുമ്പ് നമ്മൾ ആരാണ് എന്ന് ഒന്നും ചിന്തിച്ചാൽ നല്ലതായിരുന്നു. അങ്ങനെ അദ്ദേഹം ദീർഘമായി പ്രസംഗിച്ചു. അന്ന് എൻ്റെ ജീവിതത്തിൽ ആ ഒരൊറ്റ കാര്യത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായി. ഞാൻ സ്വയം താഴുവാനായിട്ട് അന്ന് എനിക്കിടെ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഷാരോൺ ചർച്ചിൽ വെച്ച് ഈ ഡിവൈൻ മിനിസ്ട്രി നടത്തുന്ന 24 അവേഴ്സിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായി. നഹരോൻ്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം. ഞാൻ ഓർക്കുന്നു, തുള്ളിച്ചാടി ആരാധിച്ച ഒരു നിമിഷം ഞാൻ ഓർക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട പാസ്റ്റർ KC ജോണിനെയും PJ മാത്യൂസിനെ ആദരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി. ഇവരൊക്കെ പെന്തിക്കോസ് സമൂഹത്തിന് ചെയ്ത സംഭാവനകൾ വളരെ വലുതാണ്. ഇന്ന് പെന്തിക്കോസ് ഇതിൻ്റെ തുടക്കമൊക്കെ ഒരു 125 വർഷമായ ഈ പെന്തിക്കോസിൻ്റെ പ്രാരംഭ സമയത്ത് നമ്മുടെ പിതാക്കന്മാർ ചെയ്ത ഒത്തിരി ത്യാഗപൂർവമായ കാര്യങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്. അതിൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ അനുഗ്രഹത്തോടെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ സ്മരിക്കുക, അവരെയൊക്കെ ഒന്ന് ആദരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഒരവസരമാണ് യുണൈറ്റഡ് പെന്തിക്കോസ് കൗൺസിൽ ഇന്ന് ഇവിടെ ഈ ദിവസം നമ്മൾ ചിന്തിക്കുന്നത്. അതുപോലെ നമുക്കറിയാം, ഓസ്ട്രേലിയൻ മിഷണറിയായ ഗ്രഹാം സ്റ്റെയിന്, അദ്ദേഹത്തിൻ്റെ 2 കുഞ്ഞുങ്ങൾ ഫിലിപ്പ്, തിമോത്തി, ആ 2 പേരെയും ഒരു വാഹനത്തിലിട്ട് ചുട്ടുകരിച്ച സംഭവം. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പാസ്റ്റർ KC ജോണിന് അവാർഡ് കൊടുക്കുന്നത്. ഫാദർ സ്റ്റാൻലി സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ട്രൈബിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ മറ്റുള്ള സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിച്ച ഒരു വലിയ പുരോഹിതനായിരുന്നു. ഇവർ 2 പേരിലുമാണ് ഇന്ന് ഇവിടെ അവാർഡ് കൊടുക്കുന്നത്. ഈ അവാർഡ് ദാനം നിർവഹിക്കുവാൻ എത്തിയത് ബഹുമാനപ്പെട്ട വറീസ് മാമനാണ്. എന്തുകൊണ്ടോ എനിക്ക് ദൈവം അദ്ദേഹത്തെ തന്നെ ക്ഷണിക്കണമെന്ന് ദൈവം എനിക്കൊരു പ്രേരണ തന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് 2001 സമയത്തിൽ കേരളത്തിലെ മൂവാറ്റുപുഴ താലൂക്കിൽ മൂവാറ്റുപുഴ പാർലമെൻറ്റിൽ അന്ന് PC തോമസ് സാർ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി ഇരുന്നപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു, സാറേ NDAയുടെ കാൻഡിഡേറ്റായിട്ട് ഒരിക്കലും ഇവിടെ ജയിക്കാനൊക്കത്തില്ല, യാതൊരു സാധ്യതയില്ല. പക്ഷെ അദ്ദേഹത്തിനോടൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചു. മടങ്ങി വന്ന് റിസൾട്ട് വന്ന് അദ്ദേഹം ഒത്തിരി പുറകിൽ പോയി. ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് 529 വോട്ടിന് ബഹുമാനപ്പെട്ട PC തോമസ് അന്ന് MP ആയി. അത് കഴിഞ്ഞ് ഞാൻ പല ദൈവദാസന്മാരെടുത്തും അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ പോയ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വലിയ വാക്കുണ്ട്, ബാബു, പ്രെയർ ഈസ് വെരി പവർ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2000 തോന്നുന്നു, ബോംബെയിലെ ബെന്നിഹിൻ്റെ ഒരു വലിയ മീറ്റിംഗ്, അറ്റ് എ ടൈമിൽ 5 ലക്ഷം പേര് അടങ്ങുന്ന ഒരു വലിയ മീറ്റിങ്ങിൽ ബെന്നിഹിനെ കൊണ്ടുവരാതെ സുവിശേഷ വിരോധികൾ പ്രശ്നം സൃഷ്ടിച്ചപ്പോൾ അന്ന് ഡോക്ടർ മുരളി മനോഹർ ജോഷിയെയും ഒക്കെ കണ്ട്, അദ്വാനിയൊക്കെ കണ്ട് ആ പ്രശ്നം പരിഹരിച്ചത് PC തോമസ് സാറായിരുന്നു. അപ്പോൾ 5 ലക്ഷം പേരുടെ മുമ്പിൽ PC തോമസ് സാറിനെ സ്റ്റേജിലോട്ട് കയറ്റി ബഹുമാനപ്പെട്ട പാസ്റ്റർ പറഞ്ഞു, വാട്ട് ഡു യു വാണ്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ എം ഫേസിങ് ഫോർ ഇലക്ഷൻ.
ഈ 5 ലക്ഷം പേരെ സാക്ഷി നിർത്തി എല്ലാവരും പി സി തോമസ് സാറിൻ്റെ മേലോട്ട് കൈവച്ചിട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അദ്ദേഹം ആ സമയത്താണ് പാർലമെൻറ്റിൽ ജയിച്ചത്. എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട വർഗീസ് മാമനെ ഞങ്ങൾ ക്ഷണിച്ചത് തിരുവല്ലയിൽ ഒരു MLA ആയി വരാനായിട്ടാണോ എന്ന് എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും ദൈവമക്കള് ഇന്നിവിടെ ഇരിക്കുമ്പോൾ സുവിശേഷ രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു സുവിശേഷനായിരുന്നു പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിനെ എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ സഹോദരനെ എനിക്കറിയാം. അദ്ദേഹം മർത്തോമാ സഭയുടെ ആത്മീയ ട്രസ്റ്റി ആയിരുന്നു. മർത്തോമാ സമൂഹത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന പൊതുസമ്മതനായ ഒരു വ്യക്തിത്വമാണ്. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ ലാസ്റ്റ് സമയത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിടണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ UPC എന്താണ് എന്ന് പലർക്കും അറിയത്തില്ല. ഇന്ന് ട്രഡീഷണൽ പെന്തിക്കോസിനേക്കാളും കൂടുതൽ കേരളത്തിൽ 20 ലക്ഷത്തിൽ പരം സ്വതന്ത്ര സഭകൾ കേരളത്തിലുണ്ട്. ഞാൻ ഈ രംഗങ്ങളിലേക്ക് വരാനുള്ള പ്രധാന കാരണം ഏതാണ്ട് 12 വർഷത്തിന് മുമ്പ് കവിയൂരെ പാസ്റ്റർ പോൾ എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററിനെയും കുടുംബത്തെയും അതിക്രൂരമായി മർദ്ദിച്ച ഒരു സമയം. അന്നേരം അദ്ദേഹത്തോട് ആരോട് പറഞ്ഞു, ഒരു പെന്തിക്കോസുകാരൻ രാഷ്ട്രീയക്കാരനുണ്ട്, അദ്ദേഹത്തെ വന്ന് കാണണം എന്ന് പറഞ്ഞ് എന്നെ ആ കുടുംബം വന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും 16 വയസ്സുള്ള മകളെയും അതിക്രൂരമായി മർദ്ദിച്ച് അദ്ദേഹം മുഖത്തൊക്കെ ചോരയൊലിപ്പിച്ചാണ് എന്നെ കാണാൻ വരുന്നത്. ഞാൻ അദ്ദേഹത്തെ ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റായിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ശമരിയക്കാരൻ ചെയ്യേണ്ട എല്ലാ കടമകളും ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടുന്ന ആഹാരം കൊടുത്ത് അദ്ദേഹത്തോടൊപ്പം രാത്രിയിൽ ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോലീസിൽ കേസെടുപ്പിച്ചാണ് ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റ്. രണ്ടാമത്തെ ഇൻസിഡൻറ്റ് പാസ്റ്റർ അശോകിനെ 12 വർഷത്തിന് മുമ്പേ ഒരു എംപിയുടെ ഗുണ്ടകളും മർദ്ദിച്ച ഒരു സംഭവം. അങ്ങനെ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ പെന്തിക്കോസ് സഭകൾക്കെതിരെ, പെന്തിക്കോസ് ദൈവദാസന്മാർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ തടയിടാൻ പലപ്പോഴും പെന്തിക്കോസുകാർ പറയുന്ന പ്രാർത്ഥിച്ച് ഇരുന്നാൽ മതി. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. പ്രാർത്ഥനയാണ് ആവശ്യമെങ്കിലും നമ്മൾ ഇന്ന് ശക്തരാണ്. 25 ലക്ഷത്തിൽ പരം പെന്തിക്കോസ് വിശ്വാസികൾ ഇന്ന് കേരളത്തിലുണ്ട്. കത്തോലിക്ക സമുദായം കഴിഞ്ഞാൽ 2ാം സ്ഥാനം പെന്തിക്കോസുകാർക്കാണ്. നമ്മൾ പ്രാർത്ഥിച്ചിരുന്നാൽ ഒന്നും നേടാനൊക്കത്തില്ല. നമുക്ക് നമ്മുടെ ആത്മീയ നിത്യതയിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാവും. പക്ഷെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള മാലിന്യങ്ങളോ അതൊന്നും വേണമെന്നല്ല പറഞ്ഞു. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾക്ക് നേരിടുന്ന വിഷയങ്ങൾക്ക് നമ്മൾ ശക്തരായി നിന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഞാൻ 2 കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നു. ഈ 2025 ഡിസംബർ 26 ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കൊച്ചു കേരളത്തിൽ സുവിശേഷ വിരോധികൾ അഴിഞ്ഞാടുന്ന ഒരു കേരളമായി മാറിയിരിക്കുന്നു. 2026 നമ്മുടെ തകഴിയിൽ IPC ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന സമയത്ത് 72 വയസ്സുള്ള ഒരുത്തൻ ഒരു വലിയ വെട്ടുകത്തിയുമായി പാസ്റ്ററിനെയും ഭാര്യയെയും കൊല്ലുവാനായിട്ട് വരുന്നു. അതിനുശേഷം അദ്ദേഹം വെളിയിൽ കിടന്ന വാഹനങ്ങൾ തല്ലി തകർത്തു. ഒരു സഭയും അതിനകത്ത് ഇടപെട്ടില്ല. ഇങ്ങനെ ആരോ പറഞ്ഞു കേട്ട് എന്നെ വിളിച്ചു. ഞാൻ നേരെ സർക്കിളിനെ വിളിച്ചു. സർക്കിൾ ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് 72 വയസ്സുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ കത്തോലിക്കയിലെ ഒരു പുരോഹിതൻ. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത്, 72 വയസ്സുള്ളവൻ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചാൽ നിങ്ങൾ ഇത് പറയുമോ, അതിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ഒരുമാതിരി ചുറ്റിക്കളി നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അറസ്റ്റ് നടക്കത്തില്ല. നേരെ DSPയെ വിളിച്ചു. DSPയെ വിളിച്ച് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഈ സഭയിൽ ശുശ്രൂഷിച്ച പാസ്റ്റർ ഷാജി വർഗീസ്, അദ്ദേഹത്തിൻ്റെ സഭയിലുള്ള ഒരു കുടുംബത്തിൽ അദ്ദേഹം വിസിറ്റ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അദ്ദേഹത്തെയും അതിക്രൂരമായി മർദ്ദിക്കാനും അസഭ്യം പറയാനും തുടങ്ങി. ആ വിഷയങ്ങളും UPC ഏറ്റെടുത്തു. അതുപോലെ നിരവധി വിഷയങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിലും പെന്തിക്കോസ് സമൂഹത്തിന് നിരവധി വിഷയങ്ങൾ നേരിടുന്നുണ്ട്. ഈ കൈതപ്പുഴ പാലത്തിൽ കഴിഞ്ഞ ഓണ സമയത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ദൈവദാസന്മാരെ ആക്രമിച്ച സുവിശേഷ വിരോധികളുണ്ട്. ആ സുവിശേഷ വിരോധി പറഞ്ഞ ഒരു വാക്കാണ്, നിന്നെ കൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ട് രാമായണം വായിപ്പിക്കും. നമുക്ക് രാമായണത്തോടും പ്രശ്നമില്ല, ഖുറാനോടും പ്രശ്നമില്ല, ഒന്നിനോടും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ വിശ്വസിക്കുന്ന ബൈബിള് നമുക്ക് മതസ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. അത് ഈ തിരുവല്ലാട് ടൗണിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ ബാധ്യസ്ഥരാണ്. ഞാനും നിങ്ങളും നാളെ ഉയർത്തും. ഏത് സുവിശേഷ വിരോധികൾ വന്നാലും, എത്ര തടഞ്ഞാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ നേരിട്ടാലും ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ
ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാം എല്ലാ ക്രിസ്ത്യൻ സഭകൾ 1,00,000-ൽ താഴെയുള്ള ജ്ഞാനായ സഭയും കത്തോലിക്ക സഭകൾക്കും മലങ്കര റീത്തിൻ്റെ കാര്യമാണ് സൂചിപ്പിച്ചത്. അവർക്കൊക്കെ കേരളത്തിൽ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, ആശുപത്രികളുണ്ട്. എല്ലാ മർത്തോമാ സഭയ്ക്കുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, യാക്കോബയുണ്ട്, CSI ഉണ്ട്, ഹിന്ദു സംഘടനയ്ക്കുണ്ട്, മുസ്ലിം സംഘടനയ്ക്കുണ്ട്. കേരളത്തിൽ 25 ലക്ഷം വരുന്ന ഒരൊറ്റ പെന്തിക്കോസുകാരന് പോലും ഒരാശുപത്രിയില്ല, ഒരു സ്കൂളില്ല, ഒരു കോളേജില്ല. ഞങ്ങളുടെ ദൈവദാസൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, പെന്തിക്കോസ് സമൂഹത്തിൽ നിന്ന് IPS വരണം, പെന്തിക്കോസ് സമൂഹത്തിൽ നിന്ന് IAS വരണം. IAS കോച്ചിങ് CSIക്കാർക്കുണ്ട്. എന്തുകൊണ്ട് പെന്തിക്കോസ് സംഘടനകൾക്ക് ഇത് പറ്റത്തില്ല? പ്രാർത്ഥിച്ചിരിക്കേണ്ടിടത്ത് പ്രാർത്ഥിക്കണം. ഞാനൊരു ബിസിനസ്സുകാരനാണ്, കേരളത്തിലെ പല സ്ഥലങ്ങളിലും ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ രാവിലെ പ്രാർത്ഥിക്കും, പക്ഷെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രവൃത്തിയിലേക്ക് ഞാൻ പോയെങ്കിൽ മാത്രമേ അതിന് പരിഹാരം ഉണ്ടാകുകയുള്ളൂ, ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. വീട്ടിലിരുന്ന് ഞാൻ കടയുടെ താക്കോല് കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം അവിടെ നടക്കത്തില്ല. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം, കർത്താവിനോട് പറയേണ്ടത് കർത്താവിനോട് പറയുകയും വേണം. പലപ്പോഴും നമ്മൾ മടിയന്മാരായി തീർന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ പരിഹസിക്കുന്ന പെന്തിക്കോസുകാരുണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊക്കെ മനസ്സിലായി ഇന്ന് കേരളത്തിലെ 14 ജില്ലയിൽ നിന്നും വന്ന പ്രതിനിധികൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഇനി കേരളത്തിൽ UPSന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം പുത്തരിക്കണ്ടി മൈതാനത്തിൽ അതിവിപുലമായ ഒരു 1,00,000 പേരെ പങ്കെടുപ്പിച്ചുള്ള അതിശക്തമായ മീറ്റിംഗ് ഞങ്ങൾ ഇവിടെ നടത്തും. കേരളത്തിലെ പെന്തിക്കോസ് സമൂഹത്തിന്റെ ശക്തി എന്തെന്ന് ഗവൺമെന്റിനെ തെളിയിക്കാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും പാസ്റ്റർ ബാബു ചെറിയാൻ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം വളരെ സത്യസന്ധമായ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിനെ പൊങ്കാലയിട്ടത് മർത്തോമാക്കാരനല്ല, കത്തോലിക്കനല്ല, ഹിന്ദു അല്ല, മുസ്ലിം അല്ല. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ പൊങ്കാലയിട്ടത് പെന്തിക്കോസുകാർ തന്നെയാണ്. ഇത്രയും വിവരമില്ലാതെ, ഇത്രയും ചിന്തിക്കാൻ കഴിവില്ലാതെ ഒരു ദൈവദാസൻ ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചത് 100% അതിന് ഞാൻ ആമേൻ പറയുകയാണ്. പെന്തിക്കോസുകാർക്ക് ജനപ്രതിനിധികൾ വരണം. ഇവിടെ ചിലർ പറയും, ഇവിടെ ഇരിക്കുന്ന ഞാൻ പറയും, ഇപ്പോൾ വറീസ് മാമൻ നാളെ MLA ആണെങ്കിൽ തിരുവല്ലക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്കൊരു MLA വേണം. അത് തിരുവല്ലായി വേണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് സ്വാധീനമുള്ള 45 മണ്ഡലങ്ങളുണ്ട്. ഇടുക്കിയിൽ 25,000 വോട്ട് ഉള്ള പീരുമേടിൽ 25,000 ഉണ്ട്, തിരുവല്ലായിലുണ്ട്, ആറന്മുളയുണ്ട്, റാന്നിയുണ്ട്, കോന്നിയുണ്ട്, തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ 10,000, 15,000-ൽ പരം വോട്ടുകൾ, നിർണായകമായ വോട്ട് ബാങ്കുള്ള ഒരു സമൂഹമാണ് പെന്തിക്കോസ് സമൂഹം. ആ പെന്തിക്കോസ് സമൂഹം എന്താണെന്ന് ശക്തമായി തെളിയിക്കുവാനാണ് യുണൈറ്റഡ് പെന്തിക്കോസ് കൗൺസിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ നിരവധി വിഷയങ്ങൾ, ചർച്ചുകളിൽ ആരാധിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, കേരളത്തിലെ പല ചർച്ചുകളിലും ആരാധന സമയത്ത് സുവിശേഷ വിരോധികൾ വന്ന് അലങ്കോലപ്പെടുത്തുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ദൈവദാസന്മാർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ശവസംസ്കാര ശുശ്രൂഷകൾ, ഞാൻ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് അടൂര് ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു. ആ ശുശ്രൂഷയിൽ ഈ സുവിശേഷ വിരോധികൾ പ്രശ്നമുണ്ടാക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ RDOയെ പോലീസിനെയൊക്കെ അറിയിക്കുകയും ചെയ്തു. ഞങ്ങളെല്ലാവരും അവിടെ ചെന്നപ്പോൾ CSIക്കാര്, മർത്തോമക്കാര്, പല ഭാഗത്തിൻ്റെയും ശവക്കോട്ടകളുണ്ട്. ഒരു ഇടുങ്ങിയ വഴിയിൽ കൂടെ ശവം കൊണ്ടുവരുന്നു സഹോദരിയുടെ. ഈ സുവിശേഷ വിരോധികൾ മുഴുവൻ തടഞ്ഞിട്ട് ആ ശവം ഇങ്ങനെ ആടുക. ഞങ്ങളുടെ കയറി പിടിക്കേണ്ട സാഹചര്യം വന്നു. അവരുടെ ഭർത്താവ്, മക്കളെല്ലാം ഭയങ്കര കരച്ചിൽ, ഒരു വിധത്തിലും ശാന്തമാക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം. പോലീസ് ആ സൈഡിൽ നിൽക്കുന്നു. ഞാൻ അവസാനം ആ സുവിശേഷ വിരോധിയോട് ചോദിച്ചു, താങ്കളുടെ മാതാവോ മറ്റുള്ളവരോ ആണെങ്കിൽ ഈ സാഹചര്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ ദയവായി നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഈ പ്രാവശ്യം കൂടെ ഞങ്ങൾ സഹകരിക്കാമെന്ന് പറഞ്ഞ് ആ സംസ്കാര ശുശ്രൂഷ നടത്തുവാനിടയായി. തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെ ദീർഘമായി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിഷയങ്ങൾക്ക് അറുതി ഉണ്ടാകേണ്ടത് പെന്തിക്കോസ് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായും UPC സമയത്തോളം കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും കൃത്യമായ താലൂക്ക് കമ്മിറ്റികൾ, അതുപോലെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 14 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു. അമേരിക്ക, UK, കാനഡ, ന്യൂസിലാൻഡ് അടക്കം GCC രാജ്യങ്ങളടക്കം ഈ ചുരുങ്ങിയ നാളുകൊണ്ട് ഞങ്ങളുടെ സംഘടന ശക്തമായി മുന്നോട്ട് പോകുന്നു. ഇതിനകത്ത് ഏറ്റവും ഞങ്ങളുടെ മുഖമുദ്ര ഐക്യം, സ്നേഹം, കരുതൽ. ഇവിടെ ഒരു നേതാവും ഇല്ല. എന്നെ പിടിച്ച ഒരു പ്രസിഡന്റ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാവരും പ്രസിഡന്റുമാരും എല്ലാവരും, ഞങ്ങൾ 9 പേരടങ്ങുന്ന ഗവേണിംഗ് ബോഡി, ഒരപ്പൻ്റെയും അമ്മയുടെയും മക്കളായി 9 പേര് ഒരുമിച്ച് ഒരാളുടെ ശബ്ദം ഉയരുമ്പോൾ വേറൊരാളോട് ശബ്ദം ഉയർത്തത്തില്ല.
അങ്ങനെ 9 പേരും സംസ്ഥാന കമ്മിറ്റിയും വളരെ ശക്തമായിട്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. അതുപോലെ സഹോദരിമാരുടെ നാഷണൽ തലത്തിൽ പ്രൊഫസർ ആലീസ് മാണി, സംസ്ഥാന തലത്തിൽ ഷീജ തങ്കച്ചൻ, സഹോദരിമാരുടെ വലിയൊരു കമ്മിറ്റികളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായും പെന്തിക്കോസ്, ഞങ്ങൾക്ക് പാരമ്പര്യ പെന്തിക്കോസ് എന്നൊന്നുമില്ല. കർത്താവിനെ അറിഞ്ഞ ഏത് ദൈവദാസനും, ഏത് വിശ്വാസിക്കും, ഏത് ദൈവസഭയ്ക്കും എന്ത് വിഷയങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഏത് പാതിരാത്രിയിലും ഞങ്ങളെ വിളിക്കാം. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ വിഷയങ്ങൾക്ക് നിങ്ങളോടൊപ്പം നിന്ന് അതിന് പരിഹാരം കാണുവാനായിട്ടാണ് UPC ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എനിക്കറിയാം സമയം വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ശേഷവും ഇതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സംസാരിക്കേണ്ടതുകൊണ്ട് ഞാൻ കൂടുതൽ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വർഗീസ് മാമനെ ഓർത്ത് പ്രാർത്ഥിക്കണം. വർഗീസ് മാമൻ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ തിരുവല്ലയുടെ ഒരു MLA ആയി വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പെന്തിക്കോസുകാർക്ക് ഏതായാലും ഈ പ്രാവശ്യം നടക്കതയില്ലെങ്കിലും നമ്മുടെ സഹോദര സഭയിൽ നിന്ന് ഒരാൾ വന്ന് നമ്മുടെ ഒരാളായി വന്ന് നമ്മളെ സഹായിക്കാൻ ഒരാളെ ദൈവം ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുള്ളൂ. ചെറിയൊരു അറിയിപ്പുണ്ട്. KL 370 7880, KL 62B 2979, KL 35K 2439, KL 27A 3530. ഈ കാറുകൾ ഒന്ന് മാറ്റി പാർക്ക് ചെയ്യണം. ഫുഡിൻ്റെ വണ്ടി അവിടെ വന്ന് കിടപ്പുണ്ട്. അവർക്കതൊരു ബ്ലോക്കായി നിൽക്കുകയാണ്. അടുത്തതായി യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ സംസ്ഥാന ഭാരവാഹികളുടെ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ അവാർഡ് ദാന ചടങ്ങിലേക്ക് ഞാൻ എല്ലാവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി കർത്തൃശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ദൈവജനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ദൈവവേലയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന റവറൻറ്റ് പാസ്റ്റർ KC ജോണിനെ ക്ഷണിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് ചില വാക്കുകൾ ദൈവജനത്തോട് പറയുവാൻ ഞാൻ ഈ സമയം എടുക്കുന്നു. റവറൻറ്റ് ഡോക്ടർ KC ജോൺ is a prominent Indian Pentecost leader, renowned orator and author affiliated with the Indian Pentecostal Church of God, IPC. He served as the General President in 2006 to 2012 and General Secretary of the IPC, and is a founder of Power Vision TV. He is known for international ministry, biblical teaching and literature. Pastor KC John, author of several books including a historical study of the Bible, Springs in the Desert, Deep Waters of Jordan, and a scientific view of God. He encouraged a deeper faith through message on salvation, holiness, and Christian living, as seen in his YouTube videos. He traveled globally, speaking at major conferences and inspiring believers across continent. Our next section is a very special one. We are here to present the Graham Stein Memorial Award. This award is not just about recognition. It is about honoring a legacy of compassion and forgiveness. It is given to those who, like Graham Stein, have dedicated their lives to serving the least of these and bringing light to the darkest corners of society. This year, we are privileged to present this honor to man who has spent decades shaping minds and touching heart through his profound leadership and ministry. I heartily inviting Honorable Senior Pastor Reverend Dr. KC John to receive Graham Stein Award for his valuable contribution to the society on behalf of United Pentecostal Council. Sir, please come on to the stage.
അവാർഡ് നൽകുന്നതിനായി നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ അതിഥി ആദരണീയനായ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ UDF പത്തനംതിട്ട ജില്ലാ ചെയർമാൻ ഈ വേദിയിലേക്ക് നിറഞ്ഞ കയ്യടിയോടെ സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ക്രമീകരണം ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ തലമുറയിൽ നമ്മുടെ രാജ്യത്ത് വന്ന് രക്തസാക്ഷികളായി തീർന്ന ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസ്, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ ജീവനോടെ ചുട്ടരിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ളൊരു അവാർഡ് വാങ്ങാനുള്ള യോഗ്യത എനിക്കില്ല. എങ്കിലും ആ സംഭവം ഈ രാജ്യത്തെ പെന്തിക്കോസ്തുകാരെ വളരെ സ്വാധീനിക്കുകയും കുമ്പനാട് കൺവെൻഷൻ ഞാൻ ആ കാര്യം പ്രസംഗിച്ച് വളരെ ആളുകൾ വടക്കേ ഇന്ത്യയിലെ സുവിശേഷകർക്ക് വേണ്ടി പോവുകയും ചെയ്തു. ഗ്രഹാം സ്റ്റെയിൻസിനെ തീയിട്ട് കൊന്നതിൽ ഒരു കൊലയാളി അയാൾ മാനസാന്തരപ്പെട്ടു. നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും. അയാൾ പറഞ്ഞു, ഞങ്ങൾ കാണിച്ച തെറ്റായിപ്പോയി, ആ മാർഗത്തിലേക്ക് ഞങ്ങൾ വരികയാണെന്ന് പറഞ്ഞ് വിത്ത് വിതച്ചാൽ കൊയ്തെടുക്കാം. സുവിശേഷ ലോകത്തിൽ വിതയ്ക്കപ്പെട്ടൊരു വിത്താണ് ഗ്രഹാം സ്റ്റെയിൻസ് കുടുംബവും. അതിനുശേഷം ഒറീസയിൽ പല സ്ഥലങ്ങളിലും വളരെ ആളുകൾ വിശ്വാസത്തിലേക്ക് വരുവാൻ ദൈവം ഇടയാക്കി. ഈ സംഘടന യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ സുവിശേഷവൽക്കരണത്തിൽ വളരെ താല്പര്യം കാണിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നല്ലതാണ്, പക്ഷേ അത് ക്രമീകരിക്കുന്നത് വളരെ പ്രാർത്ഥനയോടും പരിജ്ഞാനത്തോടും വേണം. ദൈവം നമ്മുടെ നാടിനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ ദൈവം സന്ദർശിക്കുന്നു എന്നറിയാവുന്ന എത്ര പേരുണ്ട്? ഇന്ത്യയെ ദൈവം സന്ദർശിച്ചുകൊണ്ടിരിക്കുക. ഈ രാജ്യത്തൊരു വലിയ പ്രാർത്ഥനാ വലയം രാജ്യത്തിന് ചുറ്റുമുണ്ട്. അനേക വീടുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരിമാരുണ്ട്, അമ്മച്ചിമാരുണ്ട്, ദൈവദാസന്മാരുണ്ട്. അവിടെ പോയി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന കർത്തൃദാസന്മാരുണ്ട്. അത് നിഷ്ഫലമാകത്തില്ല. വലിയ കൊയ്ത്ത്, വലിയൊരു കൊയ്ത്ത് നമ്മുടെ തലമുറയിൽ നമുക്ക് കാണാൻ പോകുകയാണ്. ദൈവം ചെയ്യുമെന്ന് ഉറപ്പുള്ള കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലിന് നേതൃത്വം നൽകുന്ന കർത്തൃദാസന്മാർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ കാര്യം ക്രമീകരിച്ചു തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. താങ്ക് യു. അടുത്തതായി പെന്തക്കോസ്ത് സമൂഹത്തിനും അവരുടെ ആത്മീയ വളർച്ചയ്ക്കും ഒരുപാട് സംഭാവനകൾ നൽകിയ ചർച്ച് ഓഫ് ഗോഡ് സീനിയർ പാസ്റ്റർ PG മാത്യൂസിനെ അവാർഡ് നൽകുന്നതിന് ആദരിക്കുന്നതിന് മുൻപായി അദ്ദേഹത്തെക്കുറിച്ച് ചില വാക്കുകൾ ദൈവമക്കളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Pastor PG Matthews, born in 10/1/1952, education, pre-degree certificate in theology, MD, salvation 1970, baptism March 29, സഭാപരിപാലനം 1972 നൂർനാട് ചർച്ച്, 1975 to 78 മേപ്രൽ ചർച്ച്, 1978 to 81 ഇളമ്പൽ, 1981 to 89 വാകത്താനം, 1989 ഓൺവേഴ്സ് കുമ്പനാട്, മെഴുകീർ, വാര്യപുരം എന്നീ സഭകളിൽ ശുശ്രൂഷകനായിരുന്നു. 1981-89 ചർച്ച് ഓഫ് ഗോഡ് വാകത്താനം ബൈബിൾ കോളേജ് അധ്യാപകനായിരുന്നു. 30-ൽ പരം ചെറുതും വലുതുമായ പുസ്തകങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. നോക്കി നിൽക്കുന്നതെന്ത്, ചുരുക്കെഴുത്ത്,
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. മെയ് മുതൽ ഏപ്രിൽ വരെ ലവിങ് ജീസസ്, യേശുക്രിസ്തുവിനോടൊപ്പം ജ്യോതിമാർഗം. 2008 to 2016 ചർച്ച് ഓഫ് ഗോഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ, ബൈബിൾ കോളേജ് അധ്യാപകൻ, സ്ട്രീറ്റ് മിനിസ്ട്രി. ഫാമിലി: വൈഫ് അമ്മിണി മാത്യൂസ്, ചിൽഡ്രൻ 6 members. Moving to our next segment, we are honored to present Father Stan Swami Award. This award recognizes those who stand as a voice for the voiceless and work tirelessly for social justice. This year, the honor goes to an individual who has displayed fearless commitment to the welfare of others and a life dedicated to uplifting the community. Ladies and gentlemen, please join me in welcoming Pastor P.G. Matthews to receive Father Stan Swami Award for his social contribution to the spiritual world on behalf of United Pentecostal Council. Pastor, please come. അവാർഡ് നൽകുന്നതിനായി നമ്മുടെ മുഖ്യ അതിഥി അഡ്വക്കേറ്റ് വർഗീസ് മാമിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സ്വാൻ സ്വാമി എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള കർത്താവിന് വേണ്ടി ഒത്തിരി അധ്വാനിച്ച വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ, സാമൂഹ്യ മണ്ഡലങ്ങളിൽ, ആത്മീയ മണ്ഡലങ്ങളിൽ ഇന്ത്യയിലൊരു ഉദാഹരണമായിട്ട് പ്രവർത്തിച്ച കർത്താവിൻ്റെ ദാസൻ്റെ പേരിലുള്ള ഈ അവാർഡ് വാങ്ങിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ടെങ്കിലും വാസ്തവത്തിൽ ഞാൻ അർഹനാണോ എന്ന് ഈ അവസരത്തിൽ ചിന്തിച്ചു പോവുകയാണ്. എബ്രായ ലേഖനം 13 അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നിങ്ങളെ നടത്തുന്നവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ വിശ്വാസം അനുകരിപ്പീൻ എന്ന് പറഞ്ഞതിന് ശേഷമായിട്ട് അത് കിങ് ജെയിംസ് വേർഷനിൽ എൻഡ് ഓഫ് ദെയർ കോൺവെർസേഷൻ എന്നാണ്. എബ്രായ ലേഖനം 13 അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ എൻഡ് ഓഫ് ദെയർ കോൺവെർസേഷൻ, അവരുടെ സംഭാഷണത്തിൻ്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വരുന്നത് തീർച്ചയായിട്ടും അനുഗ്രഹപ്രദമാണ്. കർത്താവിൻ്റെ ദാസൻ സ്വാൻ സ്വാമി അവർകൾ അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹം ആത്മീയ തലങ്ങളിൽ അടയാളപ്പെടുത്തിയ അടയാളപ്പെടുത്തലുകൾ ഇന്നും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹം മുഴുവനായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കർത്താവിൻ്റെ ദാസൻ ദൈവത്തിനു വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകിക്കൊടുത്തു. അദ്ദേഹം പ്രസംഗിച്ചതുപോലെ തന്നെ ജീവിച്ചതുപോലെ തന്നെ പ്രസംഗിച്ചു. ആ മഹത്വമായിട്ടുള്ള ശുശ്രൂഷ ചെയ്ത കർത്താവിൻ്റെ ദാസൻ്റെ ഓർമ്മകൾ ഇവിടെ നിലനിൽക്കത്തക്കവണ്ണം UPC ഇങ്ങനെ നിലയിലുള്ളൊരു അവാർഡ് എനിക്ക് തന്നതിൽ ഒത്തിരി സന്തോഷം UPC പ്രവർത്തകരോടുണ്ട്. UPC പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ചാരികസേര സുവിശേഷ പദ്ധതിയല്ല. മനുഷ്യൻ്റെ തലങ്ങളിൽ നിന്നുകൊണ്ട്, മനുഷ്യൻ്റെ ആത്മീയ തലങ്ങളിലും ഭൗതിക തലങ്ങളിൽ നിന്നുകൊണ്ട്, അതെ പൗലോസ് പറയുമ്പോൾ കോൺഷ്യസ് വേഴ്സ് ഗോഡ് ആൻഡ് മാൻ എന്ന് പറയുന്ന ഒരു 2 പ്രയോഗങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. ഡോക്ടർ ബില്ലി ഗ്രഹാം തൻ്റെ എഴുത്തുകളിൽ അത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ എന്ന് 2 പ്രയോഗങ്ങൾ സാധാരണ അദ്ദേഹം നടത്താറുണ്ടായിരുന്നു. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ, മനുഷ്യരോടും ദൈവത്തോടും ഉള്ള കടപ്പാടുകൾ നിർവഹിക്കുക. 10 കൽപ്പനകൾ തന്നെ നമ്മൾ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ആദ്യത്തെ 4 കൽപ്പനകൾ കോൺഷ്യസ് വേഴ്സ് ഗോഡ്, ലവ് ടു ഗോഡ്, ദൈവത്തോടുള്ള ബന്ധമാണെങ്കിൽ അതിന് അടുത്ത 6 കൽപ്പനകൾ മനുഷ്യനോടുള്ള ബന്ധത്തിലാണ് കാണുവാനിടയായിത്തീരുന്നത്. മനുഷ്യൻ്റെ തലങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ, ആത്മീയ തലങ്ങൾക്ക് മുൻകൂട്ടി അതിന് മുൻഗണന കൊടുത്തുകൊണ്ട്, പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹത്തായിട്ടുള്ള ഈ പ്രസ്ഥാനത്തെ ഓർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ദൈവം വലിയ അനുഗ്രഹങ്ങളിലേക്ക് തീർച്ചയായിട്ടും UPCയെ നടത്തുമെന്നുള്ള ഒരു ബോധ്യത ആയിരങ്ങളുടെ ലക്ഷങ്ങളുടെ മനസ്സിൽ ഇന്നുണ്ട്. അതിനായിട്ട് എല്ലാവരും ചേർന്ന് കർത്താവിൻ്റെ ഒരു മഹത്വം അർപ്പിക്കുക. വളരെ നന്ദിയോടുകൂടെ ഈ അവാർഡ് ഞാൻ സ്വീകരിക്കുന്നു, നന്ദി പറയുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ
ദയപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. താങ്ക് യു പാസ്റ്റർ. അടുത്തതായി നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥി ആദരണീയനായ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, UDF പത്തനംതിട്ട ജില്ലാ ചെയർമാൻ. അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്കുകൾ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മധ്യ തിരുവിതാംകൂറിൽ കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് തിരുവല്ല നിയോജക മണ്ഡലം. അഡ്വക്കേറ്റ് വർഗീസ് മാമൻ മാർത്തോമ സഭയിലെ സീനിയർ വൈദികനും സുവിശേഷ പ്രസംഗ സംഘം മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന റവറൻ PD മാമൻ്റെ മകനും മാർത്തോമ സഭാ കൗൺസിൽ അംഗം റവറൻ ഡാനിയൽ മാമൻ്റെ സഹോദരനും മാർത്തോമ സഭയിൽ ഏറ്റവും അധികം അംഗസംഖ്യയുള്ള പള്ളികളിലൊന്നായ നിരണം മാർത്തോമ വലിയ പള്ളി വികാരി റവറൻ ചാർലി ജോൺസിൻ്റെ ഭാര്യ സഹോദരനുമാണ്. കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ PJ ജോസഫിൻ്റെ വിശ്വസ്തനായ വർഗീസ് മാമൻ ഹൈസ്കൂൾ കാലം മുതൽ തിരുവല്ലയിൽ പൊതുപ്രവർത്തനം നടത്തിവരുന്നു. 1980 മുതൽ 82 കാലഘട്ടത്തിൽ കേരള സ്റ്റുഡൻസ് കോൺഗ്രസിലൂടെ തിരുവല്ല SCS സ്കൂളിൽ യൂണിറ്റ് പ്രസിഡൻ്റായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് 1988-90കളിൽ KSC സംസ്ഥാന ഓഫീസ് ഭാരവാഹിയായും പ്രവർത്തിച്ചു. അഡ്വക്കേറ്റ് മാമൻ മത്തായി MLA കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റായിരുന്ന 1993 മുതൽ 2003 വരെയുള്ള കാലത്ത് ഓഫീസ് ചാർജുള്ള ജില്ലാ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2019-20 കാലഘട്ടം കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമായും 2020 മുതൽ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗമായും UDF ജില്ലാ ലൈസൺ കമ്മിറ്റി അംഗമായും ഇപ്പോൾ പാർട്ടി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായും UDF ജില്ലാ ചെയർമാനുമായും പ്രവർത്തിച്ചു വരുന്നു. പുറമറ്റം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉരിയപ്പടിക്കൽ കുടുംബാംഗമായ പ്രൊഫസർ OA നൈനാൻ്റെ ഭാര്യ പിതാവാണ്. പഴയ കല്ലൂപ്പാറ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന മല്ലപ്പള്ളി, കല്ലൂപ്പാറ, ആനിക്കാട്, കുന്നന്താനം പഞ്ചായത്തുകളിൽ നിർണായക സ്വാധീനവും ബന്ധുബലവുമുള്ള ഇദ്ദേഹം തിരുവല്ല നിയോജക മണ്ഡലത്തിൽ സുപരിചിതനാണ്. ഇനി വരുന്ന ജനറൽ ഇലക്ഷനിൽ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റായി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ ദൈവം അനുവദിച്ചാൽ മത്സരിക്കും. പെന്തക്കോസ് സമൂഹത്തിൻ്റെ നല്ല സുഹൃത്ത്, തിരുവല്ലയിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ശക്തമായി പ്രവർത്തിക്കുന്ന, തിരുവല്ലയിലെ ഓരോ ചലനവും കൃത്യമായി അറിയാവുന്ന വ്യക്തിത്വം, ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച നേതാവ്. അദ്ദേഹത്തെ നമുക്ക് നിറഞ്ഞ കയ്യടിയോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അഡ്വക്കേറ്റ് വർഗീസ് മാം. ഈ അനുഗ്രഹിക്കപ്പെട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, എൻ്റെ സഹോദര സുഹൃത്ത് ബിഷപ്പ് ബാബു ജോർജ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ എൻ്റെ സഹോദര സ്ഥാനീയൻ കൂടിയായ യുണൈറ്റഡ് പെന്തക്കോസ് കൗൺസിലിൻ്റെ ദേശീയ പ്രസിഡന്റ് ശ്രീ ബാബു പറയത്തുകാട്ടിൽ, ഇന്ന് നമ്മളിവിടെ ആദരിക്കുന്ന പെന്തക്കോസ് വിശ്വാസികളുടെ മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളുടെ ആകെ ആത്മീയ ആചാര്യനായി ഞങ്ങളൊക്കെ കണക്കാക്കുന്ന പാസ്റ്റർ ഡോക്ടർ KC ജോൺ, അതിനായ പാസ്റ്റർ PG മാത്യൂസ്, വേദിയിലെ കർത്തൃദാസന്മാരെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യുണൈറ്റഡ് പെന്തക്കോസ് കൗൺസിലും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി അടുത്തും അകലെയിൽ നിന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഞാൻ കണ്ടും കേട്ടും പ്രവർത്തിച്ചും വരികയാണ്. അതിന് കാരണം ഈ സംഘടനയുടെ പ്രസിഡന്റ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ബാബു പറയത്തുകാട്ടിൽ തിരുവല്ലയിൽ തൻ്റെ പിതാവിൻ്റെ വ്യവസായ സ്ഥാപനവും ബിസിനസ്സും ഏറ്റെടുത്ത് നടത്തിയ കാലഘട്ടം മുതൽ കഴിഞ്ഞ ഒരു 30-35 വർഷത്തെ ആത്മബന്ധം എനിക്ക് ശ്രീ ബാബു പറയത്തുകാട്ടിലുമായിട്ടുണ്ട്. തിരുവല്ലയിലെ വ്യാപാരികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ തിരുവല്ല മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഏറ്റവും മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന മുഖ്യ സംഘാടകൻ. തിരുവല്ലയുടെ പൊതുപ്രവർത്തനത്തിൽ മാത്രമല്ല മധ്യതിരുവിതാംകൂറിലെ സാംസ്കാരിക രംഗത്തൊക്കെ ബാബു പറയത്തുകാടൻ്റെ കൈവപ്പ് ഇല്ലാത്തൊരു പ്രസ്ഥാനമില്ല. ബാബു പറയത്തുകാടൽ യുണൈറ്റഡ് പെന്തക്കോസ് കൗൺസിലിൻ്റെ ദേശീയ പ്രസിഡന്റായി ഈ സംഘടന ചലനാത്മകമായി കേരളത്തിലും ഭാരതത്തിലുടനീളം പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അസൂര്യയോടുകൂടി മാത്രമേ ഞങ്ങൾക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. കാരണം നമ്മുടെ മലയാളികളുടെ പൊതു സ്വഭാവം, ആരെങ്കിലും ഒരു മുൻനിര നേതാവായി മുമ്പോട്ട് ഉയർന്നു വരുന്നാൽ
അവരെ പുറകോട്ട് വലിക്കുന്ന ഒരു സംസ്കാരമാണ് ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. പക്ഷേ ബാബുവിൻ്റെ അചഞ്ചലമായ ദൈവവിശ്വാസവും ആ ക്രിസ്ത്യൻ കമ്മിറ്റ്മെൻറ്റുമാണ് ഈ സംഘടന ഇത്ര ശക്തിവത്തായി കേരളത്തിലും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ ഞാൻ അങ്ങേയറ്റം യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിനെയും അതിൻ്റെ ബോർഡങ്ങളെയും എല്ലാ ഭാരവാഹികളെയും അഭിനന്ദിക്കുകയാണ്. ദൈവം നമുക്ക് ജീവിതം ഒരു ചെറിയ കാലഘട്ടമാണ് നൽകിയിരിക്കുന്നത്. ലോകത്ത് സുനിശ്ചിതമായ ഒന്ന് മാത്രമേ ഉള്ളൂ. ജനനം എന്നുണ്ടെങ്കിൽ മരണം സുനിശ്ചിതമാണ്. അതിനിടയ്ക്ക് നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കാലശേഷം നമ്മളെ സമൂഹം വിലയിരുത്തുന്നത്. നമ്മളെ വിലയിരുത്തുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്നത് നമ്മളെന്ത് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്നേരം നമ്മുടെ ഈ കർമ്മപഥത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവരായി സമൂഹത്തിൻ്റെ നന്മയെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വലിയ പ്രസ്ഥാനമായി യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിൻ്റെ തുടർന്നുള്ള പ്രവർത്തനം മാറട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഇവിടെ വലിയൊരു ചടങ്ങാണ് നടന്നത്. അർഹതയുള്ളവരെ അംഗീകരിക്കുക, അംഗീകാരം നേടിയവരെ ആദരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സംസ്കാരമുള്ള സമൂഹത്തിൻ്റെ പ്രാഥമികമായ കർത്തവ്യമാണ്. 2 ദൈവദാസന്മാരെ ഇവിടെ ആദരിക്കുകയാണ്. പാസ്റ്റർ ഡോക്ടർ KC ജോൺ എൻ്റെ ആത്മീയ പിതാവാണെന്ന് ഈ വേദിയിൽ നിന്ന് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല. നിർമ്മല സുവിശേഷത്തിൻ്റെ സത്യമായി കേരളക്കരയിലുടനീളം കഴിഞ്ഞ ഏതാണ്ട് 60-65 വർഷക്കാലം സുവിശേഷ പ്രഘോഷണമായി അനേകായിരങ്ങളെ ദൈവത്തിൻ്റെ പാതയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന വ്യക്തിത്വമാണ് പാസ്റ്റർ ഡോക്ടർ KC ജോൺ. ഞാനിവിടെ നിൽക്കുമ്പോൾ 2020-21 കാലഘട്ടം ഞാനും നിങ്ങളും മറക്കത്തില്ല. കാരണം ലോകം കോവിഡ് മഹാമാരി എന്ന അതിഭയങ്കര വിപത്തിൻ്റെ മുമ്പിൽ എൻ്റെയും നിങ്ങളുടെയും ജീവൻ നാളെ ഉണ്ടോ എന്ന് ഞാനും നിങ്ങളും സംശയിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ ലോകം വിറങ്ങലിച്ച് നിന്നപ്പോൾ നമ്മുടെ നാട്ടിൽ പുറത്തിറങ്ങാൻ കഴിയില്ല. കടക്കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിട്ടിരിക്കുന്നു, ആരാധനാലയങ്ങൾ പൂട്ടിയിരിക്കുന്നു. ജനം ഭയത്തോടെ കഴിയുമ്പോൾ വീട്ടിലെ സഭായോഗം എന്ന ഒരാശയവുമായി പവർ വിഷൻ ചാനൽ, ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, അതിൻ്റെ ഉദ്ഘാടനം ഈ സ്റ്റേഡിയത്തിൽ ഒരു ചെറിയ ചടങ്ങായി നടന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, ഇത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിജ്ഞാനവും വിനോദവുമാണ് ഈ ലോകത്തിന് നൽകുന്നതെങ്കിൽ അത് ദൈവത്തെ കാട്ടാനുള്ള വലിയൊരു ഉപാധിയായി ഈ സമൂഹത്തിൽ മാറുമെന്ന്. വീട്ടിലെ സഭായോഗം പാസ്റ്റർ ഡോക്ടർ KC ജോൺ ആരംഭിക്കുമ്പോൾ കേരളത്തിലെ ഒരു ക്രൈസ്തവ സഭയും കോവിഡ് സമയത്ത് എങ്ങനെ പ്രാർത്ഥന നടത്തണം എന്നറിയാതെ വിശ്വാസികളോട് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. പക്ഷേ ഈ കർത്തൃദാസനും അദ്ദേഹത്തോടൊപ്പമുള്ള ദൈവമക്കളും ആ ചാനലിലൂടെ ലോകത്തിന് ആരാധിക്കുവാനുള്ള ഒരു വാതായനം തുറന്നു കൊടുക്കുകയാണ്. പിന്നീടാണ് കേരളത്തിലെ എല്ലാ സംഘടിത സഭകളും ഓൺലൈൻ സുവിശേഷങ്ങളും ഓൺലൈൻ വിശുദ്ധ കുർബാനകളും ആരാധനകളും ഒക്കെ നടത്തിയത്. ഞാൻ കഴിഞ്ഞ ദിവസം പവർ വിഷനിൽ പോയപ്പോൾ ഞാൻ കണ്ടു, വീട്ടിലെ സഭായോഗത്തിന് ജനങ്ങൾ നൽകിയ സംഭാവനയിൽ പുതിയൊരു സ്റ്റുഡിയോ അവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. ദൈവമക്കൾ 1 രൂപ തന്നാൽ അതിൻ്റെ കൂടെ 1 രൂപയുടെ കണ്ടെത്തി 2 രൂപ അവിടെ ആ പ്രസ്ഥാനത്തിന് വേണ്ടി മുതൽ മുടക്കുന്ന ആളാണ് പാസ്റ്റർ ഡോക്ടർ KC ജോൺ. എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെപ്പോൾ ഒട്ടനവധി പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ നെടുമ്പുറത്ത് പോയി പാസ്റ്റർ ഡോക്ടർ KC ജോൺ പാസ്റ്ററെ കാണും. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എക്കാലത്തെയും പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നു, നാളെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. യഹോവയെ മാനിക്കുന്നവനെ അവൻ മാനിക്കും എന്നാണ് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യഹോവയെ മാനിച്ച ഒരു വിശ്വാസ സമൂഹമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളെ നേർവഴിക്ക് നയിക്കുവാൻ, നിങ്ങളോട് വചനം പറയുവാൻ, നിങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ പാസ്റ്റർ ഡോക്ടർ KC ജോണിനെ പോലെയുള്ള വലിയ സുവിശേഷ തീക്ഷ്ണതയുള്ള വലിയ മഹാരഥന്മാർ നമ്മുടെയൊക്കെ അഭിമാനമാണ്. നാളുകളുടെ തലമുറയുടെ മാതൃകയായി എന്നും ഡോക്ടർ KC ജോണിനെ പോലുള്ളവർ ആദരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിന് എനിക്കൊരു സംശയമില്ല. അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഏത് അവാർഡ് കൊടുക്കുമ്പോഴും ചിന്തിക്കുന്നത് അവാർഡ് ആർക്ക് കൊടുക്കുന്നു, ആരുടെ പേരിലുള്ള അവാർഡ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഗ്രഹാം സ്റ്റെയിൻസ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന് അദ്ദേഹത്തിൻ്റെ മരണശേഷം വിശ്വാസികൾ പ്രഘോഷിക്കുന്ന കർത്തശിഷ്യനായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ്. ആ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ പീഡനത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നുപോയി തൻ്റെ ജീവിതം തന്നെ ഒരു രക്തസാക്ഷിത്വമായി ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ എഴുതപ്പെട്ട ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ പേരിൽ അവാർഡാണ് ഏറ്റവും ആദരനായ പാസ്റ്റർ ഡോക്ടർ KC ജോണിന് നൽകിയത്. അതുപോലെ തന്നെ PG മാത്യു സാറിനെ കുറിച്ച് പറഞ്ഞു. സുവിശേഷ വേലയിൽ തൻ്റെ താഴെത്തട്ടുള്ള പ്രവർത്തനം കൊണ്ട് അനേകായിരങ്ങളെ ദൈവത്തിന് നേടിത്തെടുത്ത മഹാനാണ്. സ്റ്റാൻ സ്വാമിയുടെ പേരിലുള്ള അവാർഡാണ് അദ്ദേഹത്തിന് കൊടുത്തത്. സ്റ്റാൻ സ്വാമിയുടെ കഥകളുടെ അവസാനം നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിലെ ഭരണകർത്താക്കൾ അദ്ദേഹത്തിന് പാർക്കിൻസൺസ് വന്ന് പിറയ്ക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അദ്ദേഹത്തിന്റെ ജയിലറയിൽ കൊണ്ട് കൊടുത്തിട്ട് ഒരു സ്ട്രോ കൊടുക്കാൻ അദ്ദേഹത്തിന്റെ സഹായികളായ വൈദികർ ആവശ്യപ്പെട്ടപ്പോൾ പോലും
ഒരു സ്ട്രോ പോലും കുടിക്കാതെ അവസാനം ഒരു തുള്ളി വെള്ളം അദ്ദേഹത്തിന് കൊടുത്താൽ ആ ഗ്ലാസ്സിൽ നിന്നും വെള്ളം കൊടുക്കുമ്പോൾ കൈ വിറയ്ക്കുന്നത് കൊണ്ട് ഒരു തുള്ളി വെള്ളം ഇറക്കാതെ മരിച്ച ലോകത്തിലെ ക്രൈസ്തവ സാക്ഷികളിൽ ഒന്നാമനായി നിൽക്കുന്ന ആ മഹാനായ സ്റ്റാൻ സ്വാമിയുടെ ഉള്ള അവാർഡാണ് PG മാത്യു സാറിന് കൊടുത്തത്. ഇത്തരമുള്ള മഹാരഥന്മാരെ നമ്മൾ ഓർമ്മിക്കുക മാത്രമല്ല, അവരുടെ ജീവിതം തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു ഉന്മേഷമായി, ഉത്തേജനമായി, ഒരു പ്രോത്സാഹനമായി നിൽക്കുകയാണ്. ഒരിക്കലും കർത്താവിൻ്റെ വേലയെടുത്തവർക്ക് എന്ത് പീഡനമുണ്ടായാലും ഇന്ത്യയിലല്ല ലോകത്ത് എവിടെയുണ്ടെങ്കിലും വലിയവനായ ദൈവം അവരെ സംരക്ഷിക്കുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ബാബു പറഞ്ഞു, കേരളത്തില്, ഇന്ത്യക്ക് പുറത്ത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന അനേകർ പീഡിപ്പിക്കപ്പെടുന്നു. അനേകർക്ക് നമ്മളെ പോലെ ആരാധനാലയങ്ങളില്ല, അവർ ആരാധിക്കുന്ന ചെറിയിടങ്ങളിൽ പോലും ആക്രമിക്കപ്പെടുന്നു. പക്ഷെങ്കിൽ വലിയവനായ ദൈവം ഈ സഭയെയും ഈ ദൈവമക്കളെയും ഓരോ ദിവസവും ശക്തിപ്പെടുത്തുന്നതും പരിപോഷിപ്പിക്കുന്നതായ കാഴ്ചയാണ് ഞാനും നിങ്ങളും കാണുന്നത്. കാരണം കർത്താവിന് ഈ സഭയെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്, കർത്താവിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായും ദൈവഹിതത്തിനനുസരിച്ച് സമൂഹത്തിന് നന്മ ചെയ്യുവാൻ, യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി തീരുവാൻ, കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ യുണൈറ്റഡ് പെന്തക്കോസ് കൗൺസിലിൻ്റെ ഈ ആദരവടക്കമുള്ള പരിപാടികൾ ഇടയാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, ബലഹീനായി എന്നെ ഈ വലിയ ചടങ്ങിന് KC ജോൺ പാസ്റ്റർക്കും PG മാത്യു സാറിനൊന്നും അവാർഡ് കൊടുക്കാൻ ഞാൻ യോഗ്യനല്ല. പക്ഷേ എൻ്റെ സുഹൃത്ത് ബാബു പറയത്തുകാട്ടുള്ള കർത്തവ്യം നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നും ദൈവം എളിയവനെയാണ് ഉയർത്തിയിട്ടുള്ളത്. സക്കായിയുടെ ഭവനത്തിലെത്തിയ ദൈവം സക്കായിയുടെ മഹത്വം കണ്ടുകൊണ്ടല്ല അവിടെ എത്തിയത്. സമൂഹത്തിന് ദൈവം ഒരു മാർഗം കണ്ടെത്തി കൊടുക്കുകയായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും എളിയവനായി നിന്നുകൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്യുവാൻ നിങ്ങളോടൊപ്പം ബലഹീനായ ഞാനും ഉണ്ടാവും. ഈ പെന്തക്കോസ് യുണൈറ്റഡ് കൗൺസിലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസയും നേർന്നുകൊണ്ട് ആദരനായ KC ജോൺ പാസ്റ്റർക്കും PG മാത്യു സാറിനും എല്ലാ ദൈവാനുഗ്രഹങ്ങളും കർത്താവ് ഇരട്ടിയായി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാം ദൈവം ഈ പുതുവർഷം അനുഗ്രഹിക്കട്ടെ. പ്രതിസന്ധികളുടെയും പ്രതികൂലതകളുടെയും നടുവിൽ നമ്മുടെ ദൈവം വലിയവനാണെന്ന് സാക്ഷിക്കുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ്, ദൈവം തന്നൊരു പ്രേരണയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ KC ജോൺ, PG മാത്യൂസ് അടക്കം ദൈവദാസന്മാരും ദൈവസഭയും നിങ്ങളുടെ വലങ്കര ഉയർത്തി ബഹുമാനപ്പെട്ട വറീസ് മാമനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന് മറ്റുള്ള ചടങ്ങിലേക്ക് പോകേണ്ടതുണ്ട്. എല്ലാവരും ആ ഒരു സാഹചര്യത്തിലേക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങളോട് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല പുകഴ്ചയ്ക്കും മഹത്വത്തിനും യോഗ്യനെ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ തന്നെ ഞങ്ങൾ ഒന്നിച്ചു വരുവാനിടയാക്കിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് താവയോടുത്തെ ദാസനു വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഏകഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. താവേ, അടുത്ത ഇലക്ഷനിൽ തിരുവല്ലയുടെ സ്ഥാനാർത്ഥിയായി നിൽപ്പാൻ താല്പര്യമുണ്ടല്ലോ, നടക്കുവാനും അത് ഏറ്റവും വൻപിച്ച ചെയ്തു കരസ്ഥമാക്കുവാനും അവിടെയാക്കണേ. പെന്തിക്കോസ് സമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണയും അദ്ദേഹത്തിനുണ്ടാകുവാൻ ഇടയാക്കണമേ. അദ്ദേഹം ദൈവജനത്തിന് ഒരു താങ്ങായി തുണലായി ഈ പ്രദേശത്ത് പ്രവർത്തിപ്പാൻ ഇടയാക്കണമേ. ദിവ്യദാസന്മാരായി ഞങ്ങൾ, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരായി ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം. Praise Lord. Thank you, Advocate Varghese Maman, for your valuable speech.
നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സെക്ഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ കൃതജ്ഞ അറിയിക്കുന്നതിനായി വർക്കിംഗ് പ്രസിഡന്റ് പാസ്റ്റർ സുരൻ സീനായെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷൻ പ്രൈസ് ദി ലോർഡ്. ത്രിയേക ദൈവത്തിന് സകല മഹത്വം കരയേറ്റുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ, നമ്മുടെ മുഖ്യ അതിഥിയായി നമ്മുടെ മധ്യേ കടന്നു വന്ന വർഗീസ് മാമൻ, സ്വീകരണം ഏറ്റുവാങ്ങി ഇപ്പോൾ കടന്നു പോകുന്ന പാസ്റ്റർ KC ജോൺ അവർകൾ, വേദിയിലായിരിക്കുന്ന പാസ്റ്റർ PJ മാത്യൂസ് അവർകൾ, ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ തോമസ് ഷാബുവേൽ, വേദിയിലായിരിക്കുന്ന ഗവേണിംഗ് ബോർഡ് മെമ്പർമാർ, പൊളിറ്റിക്കൽ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾ, എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള വന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ഇന്നിവിടെ വന്നവർക്ക് കൃതജ്ഞത പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ സമയം എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നു. ആദ്യമായി ഈ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൻ്റെ അധ്യക്ഷ അലങ്കാരം അലങ്കരിക്കുന്ന പാസ്റ്റർ ബിഷപ്പ് ബാബു ജോർജ് അവർകൾക്കാണ്. അദ്ദേഹം ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ പ്രാർത്ഥനയുള്ള, ഞങ്ങളെയെല്ലാം പ്രചോദനം തരുന്ന, ഞങ്ങളെല്ലാം ആത്മീയത്തിൽ പിടിച്ചു നിർത്തുന്ന നല്ല കഴിവുള്ള ഒരു ദൈവദാസനാണ് ഞങ്ങളുടെ ബിഷപ്പ് ബാബു ജോർജ് അവർകൾ. അദ്ദേഹത്തിന് ഇന്നിവിടെ നടന്ന സംസ്ഥാന പ്രതിനിധി യോഗത്തിൻ്റെ പേരിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളുടെ പേരിലുമുള്ള കൃതജ്ഞത അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായി കൃതജ്ഞത അറിയിക്കേണ്ടത് ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കപ്പെട്ട യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിൻ്റെ ദേശീയ പ്രസിഡന്റായിരിക്കുന്ന ശ്രീമാൻ ബാബു പറയത്തുകാട്ട് അവർകൾ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പ്രസിഡന്റിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാതിരിക്കാൻ കഴിയത്തില്ല. ഒരു വർഷമാകാൻ പോകുന്നതേ ഉള്ളൂ ഞങ്ങളുടെ ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ട്. കേരളത്തിൻ്റെ 14 ജില്ലകളിലും ഈ പ്രസ്ഥാനം വളർന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ 28 സ്റ്റേറ്റുകളിൽ, കേരളത്തിൻ്റെ 14 ജില്ലകളിലും 28 സ്റ്റേറ്റുകളിൽ ഈ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ UK-യിലും USA-യിലുമൊക്കെ നമ്മുടെ ഈ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ 8 പേര് പാസ്റ്റർമാരും ഒരാൾ വിശ്വാസിയുമാണ്. അദ്ദേഹത്തിന് ദൈവം കൊടുത്തൊരു വിഷനാണ് പെന്തക്കോസ് അനുഭവത്തിൽ നിൽക്കുന്ന പാസ്റ്റർമാരും ദൈവമക്കൾക്കും ഈ കാലഘട്ടത്തിൽ നേരിടുന്ന വിഷയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തനിക്ക് ദൈവം കൊടുത്ത കഴിവ് ദൈവജനത്തിനു വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവസഭകൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുക എന്നുള്ള ഒരു വിഷനാണ്. ഒത്തിരി പ്രതികൂലത്തിൻ്റെ നടുവിൽ, ഒത്തിരി പ്രതിസന്ധിയുടെ നടുവിലാണ് ഈ സംഘടന രൂപം കൊണ്ടത്. ഇന്ന് ഏത് അർദ്ധരാത്രിയിലും പാറശാല മുതൽ നിലമ്പൂർ വരെ നമ്മുടെ സംഘടന കേരളത്തിൽ വളർന്നു കഴിഞ്ഞു. തിരുവല്ലായിൽ ഇരുന്നു കൊണ്ട് അനേക ജില്ലകളിൽ നിന്നും താലൂക്കുകളിൽ നിന്നും വരുന്ന വിഷയങ്ങളെ ആ സമയത്ത് തന്നെ വിളിച്ച് കൈകാര്യം ചെയ്യുവാൻ
ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഹോദരനും ഞങ്ങൾക്ക് ലീഡർഷിപ്പായി മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ ബാബുച്ചായനെ, പ്രത്യേക ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബാബുച്ചായനെ, കടന്നു വന്ന ദൈവദാസന്മാരുടെ പേരിലും ഞങ്ങളുടെ ഗവേണിംഗ് ബോർഡ് മെമ്പർമാരുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പേരിലുള്ള ഹാർദമായുള്ള കൃതജ്ഞത അറിയിച്ചു കൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ മുഖ്യ അതിഥിയായി ക്ഷണിക്കപ്പെട്ട അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, അദ്ദേഹം മർത്തോമ സഭ മുൻ ട്രസ്റ്റിയും UDF ജില്ലാ ചെയർമാൻ, കേരള കോൺഗ്രസിൻ്റെ ജില്ലാ ചെയർമാനുമായ വർഗീസ് മാമൻ ദൈവം അനുവദിച്ചാൽ തിരുവല്ലയിൽ ജനപ്രതിനിധി ആയി വരും എന്ന് അറിയുന്നു. അഡ്വക്കേറ്റ് വർഗീസ് മാമന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ അടുത്തൊരു യോഗം ഇവിടെ ക്രമീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു MLA ആയി ഈ യോഗത്തിൽ കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ തിരക്കുള്ളത് കൊണ്ട് അദ്ദേഹം കടന്നുപോയി. അദ്ദേഹത്തിന് കടന്നു വന്ന എല്ലാ ദൈവമക്കളുടെ പേരിലും ഞങ്ങളുടെ സംസ്ഥാന പ്രതിനിധികളുടെയും ഞങ്ങളുടെ മെമ്പർമാരുടെ പേരിലുള്ള കൃതജ്ഞത അറിയിച്ചു കൊള്ളുന്നു. ഇന്നിവിടെ 2 പേർക്ക് നമ്മൾ ആദരിച്ചു. നമ്മൾ കണ്ടു, വളരെ ശാരീരികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോഴും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന 2 പാസ്റ്റർമാർ, പെന്തക്കോസ്ത് സമൂഹത്തിന് അമൂല്യമായ സംഭാവന നൽകിയ 2 കർത്തൃദാസന്മാർ, പാസ്റ്റർ KC ജോൺ അവർകളും പാസ്റ്റർ PJ മാത്യു അവർകളും, 2 പേർക്ക് നമുക്ക് അവാർഡ് കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. കർത്താവിൻ്റെ അഭിഷിക്തദാസൻ പാസ്റ്റർ KC ജോൺ അവർക്ക് ഗ്രഹാം സ്റ്റൈലിൻ്റെ പേരിൽ അവാർഡ് കൊടുത്തതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അദ്ദേഹത്തിന് ഈ യോഗത്തിൽ കടന്നു വന്ന് സംസാരിക്കുകയും അവാർഡ് കൊടുക്കുകയും ചെയ്തതിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വേദിയിലായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരുടെ പേരിലും ദൈവമക്കളുടെ പേരിലും കൃതജ്ഞത അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായി അവാർഡ് ദാനം ചെയ്തത് പാസ്റ്റർ PJ മാത്യു അവർക്കാണ്. അദ്ദേഹത്തെ ഞങ്ങൾ അഭിമാനിക്കുന്നു. PJ മാത്യൂസിനെ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇത്രയും ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പാസ്റ്റർ PJ മാത്യൂസ് അവർ നമ്മുടെ ഈ UPCയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ ഒരുക്കപ്പെട്ട ഈ അവാർഡ് ദാനത്തിനു വേണ്ടി കടന്നു വന്നു. കർത്താവിൻ്റെ വയലിൽ അധ്വാനിച്ച് മിഷണറിമാരായിരുന്ന ഫാദർ സ്റ്റാൻലി സ്വാമിയുടെ പേരിലുള്ള അവാർഡ് കൊടുത്തു. ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാരുടെ പേരിലും ദൈവമക്കളുടെ പേരിലുള്ള നന്ദി, കൃതജ്ഞത അറിയിച്ചു കൊള്ളുന്നു. ഈ യോഗങ്ങൾക്ക് വേണ്ടി എല്ലാ അറേഞ്ച്മെന്റും ചെയ്തു തന്ന തിരുവല്ല താലൂക്ക് കമ്മിറ്റിയാണ്. താലൂക്ക് പ്രസിഡന്റിനടക്കം എല്ലാ ഭാരവാഹികൾക്കും ഒറ്റവാക്കിൽ യുണൈറ്റഡ് പെന്തക്കോസ്ത് കൗൺസിലിൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ നമുക്ക് ഈ ഹോൾ തന്ന് നമ്മെ സഹായിച്ച ഡിവൈൻ മിനിസ്ട്രിക്കും വിശ്വാസികൾക്കും ചീഫ് പാസ്റ്റർ ബോബി വർഗീസിനും യുണൈറ്റഡ് പെന്തക്കോസ്ത് കൗൺസിലിൻ്റെ പേരുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തൃത്വത്തിൽ നിന്ന് ഇരിക്കുന്നു. കർത്താവ് നമ്മൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗാഡ് ബ്ലസ് യു.